Hello everyone, welcome to Master K Academy. എൻ്റെ പേര് ഷെറീൻ സലീം. സോ ഇന്ന് HSC/ST സുവോളജി ക്ലാസ്സിൽ നമുക്ക് ബയോകെമിസ്ട്രിയിലെ ഒരു കുഞ്ഞൊരു മൊഡ്യൂളിൽ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ബയോളജി ക്ലാസ്. സോ ഇന്ന് നമ്മൾ പ്രോട്ടീന്റെ സ്ട്രക്ചറിന്റെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ദ ടേം പ്രോട്ടീൻസ് അല്ലേ? ഓക്കെ, സോ വാട്ട് ആർ പ്രോട്ടീൻസ്? സിംപ്ലി എന്താണ് പ്രോട്ടീൻസ്? നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ ദേ ആർ ദ macromolecules, nitrogenous macromolecules present in our body, which are very essential, very crucial in almost every biological process. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ ദേ ആർ മാക്രോമോളിക്യൂൾസ്. മാക്രോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താ? മാക്രോ ആൻഡ് മൈക്രോ. മൈക്രോ മീൻസ് സ്മോൾ ആൻഡ് മാക്രോ മീൻസ് ലാർജ് അല്ലെ? കോംപ്ലെക്സ് ആയിട്ടുള്ള ലാർജ് മോളിക്യൂൾസ് ആണ് ഹാവിങ് എ സൈസ് ഓഫ് അബൌവ് 10,000 ഡാൾട്ടൺ. 10,000 ഡോൾട്ടനെ എക്സീഡ് ചെയ്യണ മോളിക്യൂൾസിനെയാണ് നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് ന്യൂക്ലിക് ആസിഡ്, പിന്നെ പ്രോട്ടീൻസ്, വേറെ കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ എന്താണ്? മാക്രോ മോളിക്യൂൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, സോ പ്രോട്ടീൻസും ഇതേപോലെ 10,000 ഡാൾട്ടണിൽ കൂടുതൽ സൈസ് ഉള്ള ഒരു മോളിക്യൂൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്. പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്. നമ്മൾ കൊച്ചിലെ തൊട്ട് കേൾക്കാൻ തുടങ്ങുന്ന പഠിച്ച ഒരു സെന്റൻസ് ആണ് അല്ലേ? പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. സോ അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ്, അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. ആൻഡ് ഈ പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക്. കാരണം നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസിലും നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ്, ഹോർമോൺസ്, ഇമ്മ്യൂണോഗ്ലോബിൻസ്, ആന്റിബോഡീസ് എല്ലാത്തിലും എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് സെർവ് ആസ് എ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ബോഡി. ആൻഡ് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് 20 ഡിഫറെന്റ് അമിനോ ആസിഡ്സ് കമ്പൈൻ ടു ഫോം എ പ്രോട്ടീൻ. 20 ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നോക്കിക്കേ, ഈ പ്രോട്ടോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തു വന്നത്. ഓക്കെ, സോ പ്രോട്ടോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് മീനിങ് ദ ഫസ്റ്റ്, സുപ്രീം, ആദ്യത്തത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. Okay, so proteins are large complex nitrogenous molecules made up of chains of amino acid. 20 different amino acids ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. And the important point to be is the sequence and composition of these amino acids determine the unique structure and function of each protein. ഒരു പ്രോട്ടീനിന്റെ നമുക്കറിയാം പല ഫങ്ഷൻസ് പ്രോട്ടീൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോർമോണൽ ആയിക്കോട്ടെ, എൻസൈം ആയിക്കോട്ടെ, ഓരോ പ്രോട്ടീനിന്റെ ടാർഗറ്റും അവർ പെർഫോം ചെയ്യുന്ന റോളും, ചിലത് കാറ്റലിറ്റിക് റോൾ ആയിരിക്കും, ചിലത് സ്ട്രക്ചറൽ റോൾ പ്ലേ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കെരാറ്റിൻ, നമ്മുടെ നെയിലുള്ള കെരാറ്റിൻ, പിന്നെ നമ്മുടെ ഹെയറിലും കെരാറ്റിൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ആക്ച്വലി സ്ട്രക്ചറൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ അതല്ലാത്ത ഒരു എൻസൈം ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിലുള്ള സെലൈവറി അമൈലേസ് ഒരു എൻസൈം ആണ് അല്ലെ? കാറ്റലേസ്, അതൊക്കെ എൻസൈമാണ്. അപ്പൊ അതിൽ പ്രോട്ടീൻ പെപ്റ്റൈഡ് കൊണ്ടുള്ള എൻസൈംസ് ഉണ്ടല്ലോ, അവരൊക്കെ എന്താ? കാറ്റലിറ്റിക് റോളാണ്, ഫങ്ഷണൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. സോ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോൾസ്, ഫങ്ഷൻസ് എന്തുണ്ട്? ഈ ഓരോ പ്രോട്ടീനും പ്ലേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? ഈ പ്രോട്ടീനിന്റെ സീക്വൻസിനെയാണ്. സീക്വൻസും അവരുടെ കോമ്പോസിഷനും. ഇപ്പം അസിഡിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആകണമെങ്കിൽ അവിടെ അമിനോ ആസിഡ്സ്, അസിഡിക് അമിനോ ആസിഡ് വേണം അല്ല, അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റോ അല്ലെങ്കിൽ ആസ്പാർട്ടേറ്റോ വേണം. സോ അതേപോലെ ഈ അമിനോ ആസിഡിന്റെ കോമ്പോസിഷനും അവരുടെ സീക്വൻസും ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിനെ? പ്രോട്ടീനിന്റെ ഫങ്ഷനും സ്ട്രക്ചറും. Okay, so the sequence and composition of amino acid determine the unique structure and function of each protein. So ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഈ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ദാറ്റ് സെർവ് ആസ് എ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ അല്ലേ? അപ്പൊ ഇതിന് എന്ത് പ്രത്യേകത? എന്റെ അമൈനോ ഗ്രൂപ്പും ഉണ്ട്, അസിഡിക് ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ടാണ് അമിനോ ആസിഡ് എന്ന് പറയുന്ന പേര് കിട്ടിയത്. അമിനോ ഗ്രൂപ്പും ഉണ്ട്, അസിഡിക് ഗ്രൂപ്പും ഉണ്ട്. അമിനോ ഗ്രൂപ്പ് ഏതാണ്? NH2 ആണ്. അസിഡിക് ഗ്രൂപ്പോ COH, കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെ? അപ്പൊ നോക്കിക്കേ, അമിനോ ഗ്രൂപ്പും ഉണ്ട്, അസിഡിക് ഗ്രൂപ്പും ഉണ്ട്.
പിന്നെ കാർബൺ അല്ലേ നടുക്ക്, കാർബണിന്റെ വാലൻസി എത്ര? 4. ഓക്കെ, അപ്പൊ ഒരു ഗ്രൂപ്പ് ഒരിടത്ത് NH2, ഒരിടത്ത് COOH. അപ്പൊ അടുത്ത ഒരിടത്ത് H. ഈ 3 പൊസിഷനും അമിനോ ആസിഡ്, അതായത് ഒരു അമിനോ ആസിഡിന്റെ സ്കെലിറ്റൺ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ലാസ്റ്റിൽ R ഉണ്ട്. ദാറ്റ് മീൻസ് R സ്റ്റാൻഡ്സ് ഫോർ സൈഡ് ചെയിൻ ഓർ വേരിയബിൾ ഗ്രൂപ്പ്. അതായത് ഈ R മാറുന്നതനുസരിച്ചിട്ടാണ് ഓരോ അമിനോ ആസിഡിനും ഡിഫറെന്റ് പേര് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ Rന്റെ പകരം H ആണെങ്കിൽ അതിന് നമ്മൾ ഗ്ലൈസിൻ എന്ന് വിളിക്കും. അതിന് പകരം CH3 ആണെങ്കിൽ അത് അലാനിൻ ആകും. ഓക്കെ, അപ്പൊ R മാറുന്നതനുസരിച്ച്, വേരിയബിൾ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അമിനോ ആസിഡിന്റെ പേര്, മീൻസ് ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇത്രയും അതിന്റെ സ്കെലിറ്റൻ ആണ്. ഓക്കെ, അതായത് ചേഞ്ച് ചെയ്യാത്ത ഒരു ഇതാണ്. സോ അതാണ് അതിന്റെ ജനറൽ ഫോർമുല. പിന്നെ അമിനോ ആസിഡ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? 2 അമിനോ ആസിഡ്സ് ചേരുമ്പോൾ അവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്യും? നോക്കിക്കേ, ഇത് അടുത്തൊരു അമിനോ ആസിഡ് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഇതാ COH ബോണ്ടും NH2 തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോയിട്ട് CONH ബോണ്ട് ഉണ്ടാകും. CONH ബോണ്ട്. ദിസ് ബോണ്ട് ഇസ് കോൾഡ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലേ? പെപ്റ്റൈഡ് ബോണ്ട് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ ദാറ്റ് മീൻസ് when 2 or more amino acid combines to form a protein, many peptide bonds are formed. കണ്ടോ, ഒത്തിരി പെപ്റ്റൈഡ് ബോണ്ട് ഇടയ്ക്ക് ഉണ്ടാവും. And these, so this is why protein is called as a polypeptide chain. കാരണം ഒത്തിരി പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി ഒരു പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ അല്ലേ? സോ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സെയിം ആസ് ദാറ്റ് പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ അമിനോ ആസിഡിന് 2 ഗ്രൂപ്പ് ഉണ്ട്. ഒരു സൈഡ് ചെയിൻ ഉണ്ട്. സൈഡ് ചെയിൻ മാറുന്നതനുസരിച്ച് അമിനോ ആസിഡിന് അവരുടെ സ്ട്രക്ചർ മാറും, പേരും മാറും, ഫംഗ്ഷനും മാറും, റോളും മാറും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നമുക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ഉണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇപ്പോ ഇത്രയാണ് ഈ അർജിനൈൻ്റെ R ഗ്രൂപ്പ്. കണ്ടോ, COOH ഉണ്ട്, NH2 ഉണ്ട്. ഓക്കെ, പിന്നെ ദാ ഇവിടെ H ഉണ്ട്. പിന്നെ ഇത്രയാണ് അതിന്റെ R ഗ്രൂപ്പ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എണ്ണം നോക്കാം. നോക്കിക്കേ, സെറീന് കണ്ടോ, ഇവിടെ NH2 ഉണ്ട്, ഇവിടെ COOH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CH2OH വന്നു. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രോക്സിൽ കണ്ടെയ്നിങ് OH ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ് ആണ് സെറീൻ. നമ്മൾ അമിനോ ആസിഡിന് 3 ലെറ്റർ കോഡും ഉണ്ട്, 1 ലെറ്റർ കോഡും ഉണ്ട്. അപ്പൊ അർജിനൈൻ ARG എന്ന് റെപ്രസെന്റ് ചെയ്യും, ക്യാപിറ്റൽ ലെറ്റർ R എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. അപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് മീൻസ് ബേസിക് അമിനോ ആസിഡ്സ് ഉണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ പോളാർ ആയിട്ടുള്ളതുണ്ട്, നോൺ പോളാർ ഉണ്ട്, ഹൈഡ്രോഫിലിക് ഉണ്ട്, ഹൈഡ്രോഫോബിക് ഉണ്ട്. അങ്ങനെ അമിനോ ആസിഡ്സിന്റെ R ഗ്രൂപ്പ് വരുന്നതനുസരിച്ച് അവരെന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറും അവർ അറ്റൈൻ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ 20 ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ചേർന്നിട്ടുണ്ടാവുന്ന ഒരു പോളിപെപ്റ്റൈഡ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക് സ്ട്രക്ചർ ആണ്. പ്രോട്ടീനിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പിക്ചറിൽ തന്നെ അതിന്റെ കീ പോയിന്റ്സ് എല്ലാം നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. സോ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, വി ക്യാൻ ക്ലാസിഫൈ ദ പ്രോട്ടീൻ ബേസ്ഡ് ഓൺ എ സ്ട്രക്ചർ ഇൻടു 4. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. 4 ടൈപ്പുള്ള സ്ട്രക്ചർ നമുക്ക് പ്രോട്ടീൻസിന് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് ദ ബേസിക് സ്ട്രക്ചർ, ദാറ്റ് ഇസ് എ പ്രൈമറി സ്ട്രക്ചർ. സെക്കൻഡ് വൺ ഇസ് ദ ടെറിഷറി സ്ട്രക്ചർ. ഈ പ്രൈമറി സ്ട്രക്ചർ ഒന്ന് എക്സ്ട്രാ ഫോൾഡ് ആകാൻ തുടങ്ങുമ്പോൾ ടെറിഷറി ഫോം ചെയ്യും, സെക്കൻഡറി ഫോം ചെയ്യും. വീണ്ടും ഒരു എക്സ്ട്രാ ഫോൾഡിങ് കൂടി വരുമ്പോൾ ടെറിഷറി, വീണ്ടും ഒരു എക്സ്ട്രാ ഫോൾഡിങ് കൂടി വരുമ്പോൾ ക്വാട്ടർണറി. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ പിക്ചറിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ആയിട്ട് നമുക്ക് പറയാം. പ്രൈമറിയിൽ നോക്കിക്കേ, കുറെ അമിനോ ആസിഡ്സ് ലീനിയർ ആയിട്ട് ഫോം ചെയ്തതാണ് ഈ ഒരു പടം അല്ലേ? അതായത് എന്താ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് ലീനിയർ അമിനോ ആസിഡ് ചെയിൻ അല്ലെ? അമിനോ ആസിഡ് സീക്വൻസ്, ലീനിയർ അമിനോ ആസിഡ് സീക്വൻസിനെയാണ് പ്രൈമറി സ്ട്രക്ചറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള പാറ്റേൺ. ആൻഡ് ഇവിടെ ഏത് ബോണ്ടാണുള്ളത്? 2 അമിനോ ആസിഡ്സിനെ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാ? പെപ്റ്റൈഡ് ബോണ്ട്. സോ പെപ്റ്റൈഡ് ബോണ്ട് സ്റ്റെബിലൈസസ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ അതിന്റെ ഷേപ്പ് ഒന്ന് മാറി അല്ലേ? ലീനിയർ ആയിട്ട് ഇരിക്കുന്നത് ഒന്ന് വളഞ്ഞു തിരിഞ്ഞ് ഹെലിക്കലൊക്കെ ആകാൻ തുടങ്ങി.
ഓക്കെ, അങ്ങനെ ഹെലിക്കലൊക്കെ ആയിട്ട് ഇത് കണ്ടോ, ഒന്ന് പ്ലീറ്റ്, കുറെ പ്ലീറ്റ്സും ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇവർക്ക് കുറച്ച് ഫോൾഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരുമ്പോൾ ഹെലിക്കലിയൊക്കെ ഈ ഒരു പ്രോട്ടീൻ അറേഞ്ച് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് കൂടി അപ്പൊ അവിടെ വരും. കാരണം ഇവിടെയുള്ള പ്രോട്ടീൻ, ഇവിടെയുള്ള അമിനോ ആസിഡും ഇവിടെയുള്ള അമിനോ ആസിഡ്സും തമ്മിലൊക്കെ ഇവർക്ക് എന്താ ഹൈഡ്രജൻ ബോണ്ട്, ആ പെപ്റ്റൈഡ് ബോണ്ടിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് വഴി ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടും. ഓക്കെ, അപ്പം സെക്കൻഡറി സ്ട്രക്ചർ വരുമ്പോൾ ഒരു എക്സ്ട്രാ ഹൈഡ്രജൻ ബോണ്ട് കൂടി അവിടെ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പിക്ചറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇതൊരു 2D പിക്ചറും ഇതൊരു 3D പിക്ചറും അല്ലേ. അപ്പൊ പ്രോട്ടീന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടുന്നത് സെക്കൻഡറി സ്ട്രക്ചർ തൊട്ടാണ്. ഓക്കെ, പിന്നെ ടെറിഷറി സ്ട്രക്ചർ ആകുമ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താ കുറച്ചും കൂടെ ഫോൾഡിങ് നടന്നല്ലേ, ഭയങ്കരമായിട്ട് ഫോൾഡ് ചെയ്തൊരു സബ് യൂണിറ്റ് ഒക്കെ പോലെ നിൽക്കുക. കുറേ എന്താ ഈ ഡൈമറിക് ഫോമിലൊക്കെ നമ്മുടെ പ്രോട്ടീൻ നിൽക്കുമ്പോഴാണ് അതിന് നമ്മൾ ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ കുറെ ബോണ്ട് എക്സ്ട്രാ വരും അല്ലേ, കാരണം ഇവിടെയുള്ള ചെയിൻ ഇതൊക്കെ തമ്മിൽ എന്ത് ചെയ്യും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് എന്ത് ചെയ്യും, കുറെ കൊലാബ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇഷ്ടംപോലെ നോൺ കോവാലന്റ് ഫോഴ്സസ് വരും, ലൈക്ക് എന്താണ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് ബോണ്ട് വരും, പിന്നെ അയണിക് ബോണ്ട് വരും, പിന്നെ വാണ്ടർ വാൾസ് ഫോഴ്സ് വരും. അങ്ങനെ ഇഷ്ടംപോലെ ഒരു നോൺ കോവാലന്റ് ഫോഴ്സ് വന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് ടെറിഷറി സ്ട്രക്ചർ. ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ടെറിഷറി സ്ട്രക്ചറിന്റെ കുറെ യൂണിറ്റ്സ്, ഇതിപ്പോ ഒരു സബ് യൂണിറ്റ് ആണെന്ന് വെച്ചോ, ഇതിനൊരു 4 സബ് യൂണിറ്റ് വന്ന് ഫോം ചെയ്യുന്നതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ അവിടെയും ഈ പറയുന്ന ബോൺസ് എല്ലാം വരുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഐഡിയ. നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എന്താ, ഇറ്റ് റെപ്രസെന്റ് ദ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ ലീനിയർ ചെയിൻ ആണ്, ആൻഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് എത്രണ്ണം ഉണ്ട്, അമിനോ ആസിഡിന്റെ സീക്വൻസും അവരുടെ നമ്പറും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് സ്ട്രക്ചറിലാണ്, പ്രൈമറി സ്ട്രക്ചറിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഈ റെസനേറ്റിംഗ് പവർ ഉണ്ട്. അതായത് നമ്മുടെ ഈ പെപ്റ്റൈഡ് ബോണ്ട് ആണല്ലോ ഇവരെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഈ നൈട്രജന് ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ റെസനൈറ്റ് ചെയ്യും. അപ്പൊ റെസനൈറ്റ് ചെയ്യുന്ന റെസനേറ്റിംഗ് മെക്കാനിസം കൊണ്ടും ഇവർക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് മോറോവർ പെപ്റ്റൈഡ് ബോണ്ട് ആണ് ഈ ഒരു സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെയിൻ പോലെയല്ല ഇതിരിക്കുന്നത്. അപ്പം അമിനോ ഗ്രൂപ്പും ഉണ്ട്, ആസിഡിക് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ഒരു എൻഡില് NH2 ഉം ഒരു എൻഡില് COOH ആയിരിക്കും. സോ നമ്മൾ ഈ NH2 ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ എൻഡിനെ നമ്മൾ എൻ ടെർമിനസ് എൻഡെന്നും COH എൻഡ് ചെയ്യുന്ന എൻഡിനെ നമ്മൾ C ടെർമിനസ് എൻഡ് എന്ന് വിളിക്കും. CN2 ഉണ്ട്, NN2 ഉണ്ട്. യൂഷ്വലി നമ്മൾ റീഡ് ചെയ്യുന്നത് പോളിപെപ്റ്റൈഡ് ഈസ് ഓൾവേസ് റീഡ് ഫ്രം N ടെർമിനസ് ടു C ടെർമിനസ്. NC ഡിറക്ഷനിലാണ് നമ്മൾ യൂഷ്വലി പോളിപെപ്റ്റൈഡ് ചെയിനെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നോക്കിക്കേ, നമ്പറും അമിനോ ആസിഡിന്റെ സീക്വൻസും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ പ്രൈമറി സ്ട്രക്ചറാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഒരു പ്രൈമറി സ്ട്രക്ചർ. ലീനിയർ ചെയിൻ തന്നെയാണ്. CONH അതായത് നമ്മുടെ പെപ്റ്റൈഡ് ബോണ്ടാണ് ഇവിടെ മെയിൻ ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യാനുള്ളത്. NC ആണ് അതിന്റെ 2 ടെർമിനൽസ്. പിന്നെ ഉള്ളത് സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചറിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് അല്ലെ. ഒരു സ്പേസിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോട്ടീൻ അറേഞ്ച് ചെയ്യുന്നത്, ഒരു സ്പേഷ്യൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റെറിക് അല്ലെങ്കിൽ സ്പേഷ്യൽ റിലേഷൻഷിപ്പ്, അമിനോ ആസിഡ്സ് തമ്മിലുള്ള ഒരു സ്പേഷ്യൽ റിലേഷൻഷിപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഏത് സ്ട്രക്ചർ ആയിരിക്കും ഹെൽപ്ഫുൾ? സെക്കൻഡറി സ്ട്രക്ചർ ആയിരിക്കും. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ബോണ്ട് കൂടി വരുന്നുണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ. ആരാണത്? ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട് ബിറ്റ്വീൻ CO ആൻഡ് NH. അതായത് പെപ്റ്റൈഡ് ബോണ്ടിന്റെ ഇടയ്ക്ക് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഫോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഫോൾഡിങ്സ് ഹൈഡ്രജൻ ബോണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ, ഒരു പിക്ചറിൽ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെ CO ഉണ്ട്, NH ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് കണ്ടോ ഹൈഡ്രജൻ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ അതായത് NH ഇവിടെ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ പെപ്റ്റൈഡ് ബോണ്ട് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിലൂടെ അവർ കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഇതൊരു സ്പൈറൽ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു ലീനിയർ ചെയിൻ ആണ്. അപ്പൊ പക്ഷെ അതിന്റെ ഇടയ്ക്കൂടെ എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ട്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പം ഈ ഹൈഡ്രജൻ ബോണ്ട് 2 ടൈപ്പ് ഉണ്ട്. ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്, ഇന്ററും ഉണ്ട്. ഓക്കെ, ഉള്ളിലും പുറത്തും ഉണ്ട്. അപ്പൊ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബീറ്റ പ്ലേറ്റഡ്. ഇവിടെ കണ്ടോ ഇടയ്ക്കല്ലേ ഇന്റർ ഹൈഡ്രജൻ ബോണ്ട്, അതേപോലെ ഇന്റർ ഉണ്ട്, ഉള്ളിലും ഉണ്ട്. ഓക്കെ, അങ്ങനെ
ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ സെക്കൻഡറി സ്ട്രക്ചറിൽ രണ്ട് ടൈപ്പിലുണ്ട്, ഇൻട്രാമോളിക്കുലറും ഉണ്ട്, ഇന്റർമോളിക്കുലറും ഉണ്ട്. Okay, so the folding of chain is mainly due to the presence of hydrogen bond, which can be either intramolecule or intermolecule. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ രണ്ട് ഫോമിൽ കാണാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെയാണ്, ഇപ്പം ഇവിടെ കണ്ടോ രണ്ട് ചെയിൻസിനെ തമ്മിൽ ഇങ്ങനെ പാരലലി അല്ല, രണ്ട് ചെയിൻസിന്റെ പെപ്റ്റൈഡ് ബോണ്ട് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ആൽഫ ഹെലിക്സ് എന്ന് വിളിക്കാം. ഈ ഒരു സെക്കൻഡറി സ്ട്രക്ചറിന്റെ പേരാണ് ആൽഫ ഹെലിക്സ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ ഒരു പ്ലീറ്റ് ആയിട്ടാണ് അല്ലെ, നമ്മൾ ഈ പിക്ചറിൽ കണ്ട പോലെ പ്ലീറ്റ് ആയിട്ടാണ്, അത് പാരലലി പോകും, വേണമെങ്കിൽ ആന്റി പാരലും പോകാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ പ്ലീറ്റ് ആയിട്ട്, അതായത് അമിനോ ആസിഡ്സിനെ ഒരു പാരലൽ അലൈൻമെന്റ് കൊടുത്ത് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്സ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്നും പറയും. സോ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്, ബീറ്റ ഷീറ്റ്സും ഉണ്ട്, ആൽഫ ഹെലിക്സും ഉണ്ട്. ദീസ് ആർ ദ ടു ഫോംസ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ ആൽഫ ഹെലിക്സ് നോക്കുമ്പോൾ ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ സ്പൈറൽ സ്ട്രക്ചർ ആണ്, ടൈറ്റ്ലി പാക്ഡ് ആണ്, കോയിൽഡ് പോളിപെപ്റ്റൈഡ് ബാക്ക് ബോൺ കോർ ആണ്. പിന്നെ അതില് എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് കെരാറ്റിൻ ആണ്. കെരാറ്റിൻ ഉണ്ട്, പിന്നെ കെരാറ്റിൻ നമ്മുടെ ഹെയറിലും സ്കിന്നിലും ഒക്കെയുള്ള കെരാറ്റിൻ, മയോഗ്ലോബിൻ, ഇതെല്ലാം എന്താണ് ആൽഫ ഹെലിക്സിൽ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസ് ആണ്. പിന്നെ ഈ ഓരോ ആൽഫ ഹെലിക്സിലും 3.6 അമിനോ ആസിഡ്സ് ആണ് ഓരോ ആ ടേണിങ്സിലും ഉള്ളത്. ഓക്കെ, ഓരോ ടേണിങ്ങിലും 3.6 അമിനോ ആസിഡ് ഉണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണത്തെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര ഹൈഡ്രജൻ ബോണ്ട്സ് ഒരു സീക്വൻസ് തന്നിട്ട് എത്ര ഹൈഡ്രജൻ ബോണ്ട്സ് അതിനകത്ത് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു പ്രോട്ടീൻ നമ്മുടെ ഈ ആൽഫ ഹെലിക്സിൽ എത്ര ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം ഒരു ആൽഫ ഹെലിക്സിൽ എപ്പോഴും ഫസ്റ്റ് പെപ്റ്റൈഡ് ബോണ്ടും ഫോർത്ത് പെപ്റ്റൈഡ് ബോണ്ടും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് പെപ്റ്റൈഡ് ബോണ്ടിന്റെ ഇടയ്ക്കാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിപ്പോ 1, 2, 3, 4 പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പം 1ന്റെയും 4ന്റെയും ഇടയ്ക്കായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ 1ാമത്തെയും 4ാമത്തെയും പെപ്റ്റൈഡ് ബോണ്ടിന്റെ ഇടയ്ക്ക് മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ എത്ര പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടെന്ന് നോക്കി ഡിവൈഡഡ് ബൈ 4 അങ്ങനെ ചെയ്താൽ മതി ഹൈഡ്രജൻ ബോണ്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, നശിപ്പിക്കുന്ന ഒരു അമിനോ ആസിഡ് ആണ് പ്രൊലീൻ. Proline disrupt an alpha helix because its secondary amino group is not geometrically compatible. നമ്മുടെ ഈ ഹെലിക്കൽ സ്പൈറൽ ആയിട്ടുള്ള ഈ ആൽഫ ഹെലിക്സിന്റെ ആ ഒരു സ്ട്രക്ചറുമായിട്ട് കോമ്പാറ്റബിൾ അല്ല നമ്മുടെ പ്രൊലീന്റെ അമിനോ ഗ്രൂപ്പ്. സോ അതുകൊണ്ടാണ് ജിയോമെട്രിക്കലി ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പ്രൊലീൻ അടുത്തുണ്ടെങ്കിൽ ഈ ആൽഫ ഹെലിക്സ് ഡിസ്റപ്റ്റ് ആയി പോകും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആൽഫ ഹെലിക്സിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കാനുള്ളത്. പിന്നെ ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പാരലൽ അലൈൻമെന്റ് ആണ്, നമ്മുടെ അമിനോ ആസിഡിനെ ചെയിനെ പാരലലി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവിടെയും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. കൂടുതലായിട്ടും ഉള്ളത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണ്. 2 ബോണ്ട്സും ഉണ്ട്, പക്ഷെ കൂടുതലുള്ളത് ഇന്റർമോളിക്കുലർ, 2 ചെയിൻസിന്റെ ഇടയ്ക്ക് ഉള്ള ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണ് അവിടെ ഉള്ളത്. പിന്നെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലേറ്റ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ ടെറിഷറി സ്ട്രക്ചർ. ടെറിഷറി സ്ട്രക്ചറിലോട്ട് വരുമ്പം ഇതും നമുക്ക് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. സ്പേസിൽ എങ്ങനെ നമ്മുടെ പ്രോട്ടീൻ സ്ട്രക്ചർ ഇരിക്കുന്നു എന്നൊരു ഐഡിയ ആണ് ടെറിഷറി സ്ട്രക്ചർ നമുക്ക് തരുന്നത്. ഇവിടെ പിന്നെ എക്സ്ട്രാ ഉള്ള പോയിന്റ് എന്താണ് ഓർക്കേണ്ട പോയിന്റ്, എക്സ്ട്രാ കുറച്ച് ബോണ്ട്സ് വരുന്നുണ്ട് ബിസൈഡ്സ് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് പെപ്റ്റൈഡ് ബോണ്ട്. അതാണ് ഡൈസൾഫൈഡ് ബോണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഡൈസൾഫൈഡ് ബോണ്ട്. 2 സൾഫർ ഗ്രൂപ്പ്സ് തമ്മിൽ ചേർന്ന് ഉണ്ടാവുന്ന ഒരു ബ്രിഡ്ജ് ആണ് ഡൈസൾഫൈഡ് ബോണ്ട്. അപ്പം ഡൈസൾഫൈഡ് ബോണ്ട്, പിന്നെ അയണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് ഇല്ലേ, അയണിക് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് തമ്മിലുള്ള, അപ്പൊ അയണിക് ബോണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ. ദെൻ വാണ്ടർ വാൾ ഫോഴ്സ്, വീക്കസ്റ്റ് ഫോഴ്സ് ആണ് വാണ്ടർ വാൾ ഫോഴ്സ്, സ്ട്രോങ്സ്റ്റ് ആണ് അയണിക് ബോണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു നോൺ കോവാലന്റ് ഫോഴ്സസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ടെറിഷറി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ഫോൾഡിങ്സ് ഒക്കെ, അതായത് ടെറിഷറി സ്ട്രക്ചറിന് കുറച്ചും കൂടെ ഫോൾഡിങ്സ് ഒക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് കോയിലായി ഉണ്ടാകുന്ന ഈ ബോണ്ട് എല്ലാം വന്നിട്ടാണ് ഈ പിക്ചറിൽ കണ്ടോ അയണിക് ബോണ്ട് ഉണ്ട് ഇവിടെ,
കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് കണ്ടോ, ഇവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. പിന്നെ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്, ഹൈഡ്രോഫോബിക് ബോണ്ട് ഉണ്ട്, അതാണ് ഉള്ളിലോട്ട് വാട്ടർ ഹീറ്റിംഗ് ആണ് ഹൈഡ്രോഫോബിക്, കണ്ടോ ഉള്ളിലോട്ട് പോയി ഫോം ചെയ്തു. പിന്നെ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ബോണ്ട്സ് തമ്മിൽ ഫോൾഡിങ്സ് ഒക്കെ നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോയിൽസും ഓരോ ഫോൾഡിങ്സും ഒക്കെ ഉണ്ടാക്കുന്ന ബോണ്ട്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം. അപ്പൊ അങ്ങനെ ഓവറോൾ ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ് കിട്ടും. ടെറിഷറി സ്ട്രക്ചർ എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഫോം ചെയ്യുമ്പോൾ ഡൊമൈൻസ് ക്രിയേറ്റ് ആകും. വാട്ട് ആർ ഡൊമൈൻസ്? അതായത് നമ്മുടെ ഈ പ്രോട്ടീനിൽ ഈ ടെറിഷറി സ്ട്രക്ചർ ഒക്കെ നോക്കുമ്പം ഈ ഒരു പ്രോട്ടീന്റെ ഒരു പാർട്ട് ദേ ക്യാൻ എന്താ ഫോൾഡ് ബൈ സെൽഫായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ ഡൊമൈൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ദോസ് റീജിയൻ പ്രസന്റ് ഓൺ ടെറിഷറി പ്രോട്ടീൻ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ഇൻഡിപെൻഡന്റ്ലി ഫോൾഡ്. സെൽഫ് ഫോൾഡിംഗ് കമ്പോണന്റ് അല്ലെങ്കിൽ സെൽഫ് ഫോൾഡിംഗ് യൂണിറ്റ് ഓഫ് എ പ്രോട്ടീൻ ഈസ് കോൾഡ് എ ഡൊമൈൻ. ഓക്കെ, അപ്പം ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ 200 അമിനോ ആസിഡ് ഒക്കെ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഡൊമൈൻസ് ഫോം ചെയ്യാൻ പറ്റും. കാരണം സെൽഫായിട്ട് അതിന് ഫോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ടെറിഷറി സ്ട്രക്ചറിലോട്ട് വരും. ഓക്കെ, അതാണ് ഒരു ഡൊമൈൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫായിട്ട് ഫോൾഡ് ചെയ്ത് അവർക്ക് സ്ട്രക്ചർ ടെറിഷറി സ്ട്രക്ചർ ഒക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ടെറിഷറി സ്ട്രക്ചറിന്റെ 2 ടൈപ്സ് ആണ്, ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലർ പ്രോട്ടീനും. നമ്മൾ കുറെ കേട്ടിട്ടുള്ള ടേം ആണ് ഫൈബ്രസും ഗ്ലോബുലറും. ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ ഫൈബർ പോലെ മീൻസ് ഇലോങ്ങേറ്റഡ് ആണ്, റോപ്പ് ലൈക്ക് ആണ്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ബോണ്ടാണ് കൂടുതലും ഉള്ളത്. പിന്നെ എക്സാമ്പിൾ ആൽഫ കെരാറ്റിൻ ഉണ്ട്, പിന്നെ കൊലാജൻ ഉണ്ട്. യൂഷ്വലി ഫൈബ്രസ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞാൽ ദേ ഓൾവേസ് പ്ലേ സ്ട്രക്ചറൽ റോൾ. അതായത് ഈ പ്രൊട്ടക്ഷനും ഒക്കെ ആയിട്ടാണ്, സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഭാഗം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഒക്കെ മെയിൻ ആയിട്ടാണ് നമ്മുടെ ഈ ഫൈബ്രസ് പ്രോട്ടീൻ പ്ലേ ചെയ്യുക. പക്ഷെ ഗ്ലോബുലർ പ്രോട്ടീൻ അങ്ങനെയല്ല. നമ്മൾ മുമ്പേ പറഞ്ഞ കാറ്റലിറ്റിക് റോളാണ് ഈ ഫൈബ്രസ് പ്രോട്ടീൻ പ്ലേ ചെയ്യുക. അതായത് ഇപ്പൊ ഇൻസുലിൻ ഒരു എന്താണ്, ഇൻസുലിൻ ഹോർമോൺ അല്ലേ, ഇത് കാറ്റലിറ്റിക് റോൾ പ്ലേ ചെയ്തില്ലേ? ഓക്കെ, സോ അങ്ങനെ ഇൻസുലിൻ, പിന്നെ കാറ്റലൈസ് ഇൻസുലിൻ ഹോർമോൺ ആണ്. അപ്പം ഇൻസുലിൻ എന്താ മെസ്സഞ്ചർ, കെമിക്കൽ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ കാറ്റലൈസ് അത് എന്താ കാറ്റലിറ്റിക് റോൾ പ്ലേ ചെയ്യും. ഇപ്പൊ യൂഷ്വലി ഒരു ഫങ്ഷണൽ റോൾ പ്ലേ ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ഗ്ലോബുലർ പ്രോട്ടീൻ. അത് ഹൈഡ്രോഫിലിക് ആയിരിക്കും, ഒരു സ്പെറിക്കൽ ഒരു ഷേപ്പ് ഒക്കെ ആയിരിക്കും. കുറെ റെഗുലേറ്ററി ഇമ്മ്യൂണോഗ്ലോബിൻസ് എല്ലാം ഗ്ലോബുലർ പ്രോട്ടീനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ട്, ഹീമോഗ്ലോബിൻ ഒരു ഗ്ലോബുലർ പ്രോട്ടീൻ ആണ്. അവരുടെ ജോലി എന്താ? ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ, കാറ്റലൈറ്റിക് റോൾ ഇതെല്ലാം പ്ലേ ചെയ്യുന്നത് ഗ്ലോബുലർ പ്രോട്ടീൻ. ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ, പിന്നെ അവരുടെ ബാക്കി ജോലി എന്താ? ഒരു സ്ട്രക്ചറൽ റോൾ പ്ലേ ചെയ്യുക, അതൊക്കെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്വാട്ടർണറി സ്ട്രക്ചർ. ഇപ്പൊ ഈ പറഞ്ഞ ടെറിഷറി സ്ട്രക്ചർ, ആ ഒരു കുറെ ടെറിഷറി സ്ട്രക്ചർ കൂടി ചേർന്ന ഒരു വലിയ സബ് യൂണിറ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, അതായത് ഇതാണ് ഒരു ടെറിഷറി സ്ട്രക്ചർ. ഇതേപോലത്തെ 4 എണ്ണം ചേർന്നതാ ഉണ്ടായതാണ് നമ്മുടെ ക്വാട്ടർണറി സ്ട്രക്ചർ. എക്സാമ്പിൾ ഇസ് ഹീമോഗ്ലോബിൻ ആസ് വി ഓൾ നോ എന്താണ്? ഇറ്റ്സ് അയൺ കണ്ടെയ്നിങ് Fe, അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ RBC ദാറ്റ് ഇംപാർട്ട്സ് റെഡ് കളർ ടു അവർ RBC അല്ലെ? റെഡ് കളർ കൊടുക്കണ അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ് RBC ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഇസ് ടു ട്രാൻസ്പോർട്ട് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ ബോഡി ടിഷ്യൂസിലും എത്തിക്കുക എന്നതാണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ. ആൻഡ് ഇത് ക്വാട്ടർണറി സ്ട്രക്ചർ ആണ്. ക്വാട്ടർണറി സ്ട്രക്ചറിൽ പല സബ് യൂണിറ്റ്സ് ചേർന്നിട്ട് ഒരു വലിയ സബ് യൂണിറ്റ് ആയിട്ട് വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പ്രോട്ടീൻ ഉണ്ടാകുക. അതാണ് അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കുറെ ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് more than one subunit അല്ലെ? And they are also held together by non-covalent interaction like hydrophobic bonds, ionic bond, van der Waals force. ഇതെല്ലാം ഉണ്ട്. ടെർഷറിയിൽ പറഞ്ഞ എല്ലാ ബോൺസും ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ നമ്മൾക്കത് വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് തോന്നും. ക്വാട്ടർണറി അപ്പൊ 4 സബ് യൂണിറ്റോ അതിൽ കൂടുതലോ ഒക്കെ നമുക്ക് എന്താ ക്വാട്ടർണറിയിൽ പറയാൻ പറ്റും. എക്സാമ്പിൾ കൊലാജൻ, ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇപ്പൊ കൊലാജൻ എന്ന് പറയുമ്പോൾ റോപ്പ് പോലെ ഭയങ്കര സൂപ്പർ കോയിലിംഗ് ഉള്ള ഒരു 3 പോളിപെപ്റ്റൈഡ് ഉള്ളതാണ് കൊലാജൻ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ 4 പോളിപെപ്റ്റൈഡ് ഉള്ള 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ഓക്കെ, അതായത് ഇത് കണ്ടോ, 2 ആൽഫ ചെയിനും ഉണ്ട്. അതായത് ഇത് ആൽഫ, ബീറ്റ, 2 ആൽഫ 2 ബീറ്റയും ചേർന്ന് 4 സബ് യൂണിറ്റ് വെച്ചുള്ളതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രക്ചറിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയ കാര്യം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, എനി പ്രോട്ടീൻ കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇസ് നോട്ട് ഇൻ ദ ക്വാട്ടർണറി സ്ട്രക്ചർ. ഇപ്പൊ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണെങ്കിൽ അത് ക്വാട്ടർണറി സ്ട്രക്ചറിലൊന്നും വരില്ല. നമ്മൾ അതിന് മോണോമെറിക് പ്രോട്ടീൻ എന്ന് പറയും, അറിയാലോ. അതായത് 2
സബ് യൂണിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡൈമറിക്, ട്രൈമറിക്, മൾട്ടിമറിക് എന്നൊക്കെ പറയും. പക്ഷെ ഒറ്റ ഇതുണ്ടെങ്കിൽ എന്താണ്, അത് സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്, അത് മോണോമറിക് പ്രോട്ടീൻ ആണ്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ 2D സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ? 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ഏതെന്നാണ്. ആദ്യത്തെ മൂന്നും അല്ല, പ്രൈമറി ആണ്. ഓക്കെ, അറിയാലോ പ്രൈമറി സ്ട്രക്ചർ അതാണ് ഡിറ്റർമൈൻസ് നമ്പർ ആൻഡ് കോമ്പോസിഷൻ, അല്ലെങ്കിൽ നമ്പർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. അതാണ് ഇത് സ്റ്റെബിലൈസ്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. 2D സ്ട്രക്ചർ ആണ് തരുന്നത്. Okay, second question, which of the following is related to the primary structure of protein? Primary structure ഏതാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആൽഫ ഹെലിക്സ്, ബീറ്റ ഷീറ്റ്, ഇത് രണ്ടും സെക്കൻഡറി ആണ്. ലൂപ്പ് ചെയ്യുന്നതും സെക്കൻഡറി, ടെർഷറി ഒക്കെയാണ്. ടെർഷറി ആണ് മെയിൻലി, ഡൊമൈൻസ് വരുമ്പോഴാണ് അത് ക്രിയേറ്റ് ആവുന്നത്. പിന്നെ അമിനോ ആസിഡ് ഗ്രൂപ്പ് ആണ്, അമിനോ ആസിഡ് സീക്വൻസ് ആണ് പ്രൈമറി സ്ട്രക്ചർ തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എഫക്ട്സ്. ഡീനാച്ചുറേഷൻ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഫോൾഡഡ് ആയിട്ട് കോൾഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ, ഇതിനെ നമ്മൾ ഹീറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ബോയിൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയോ? ഇറ്റ് വിൽ ഗെറ്റ് ഡീനാച്ചുർ, സെപ്പറേറ്റ് ആകും. ഓക്കെ, സെപ്പറേറ്റ് ആകും. അപ്പൊ സെപ്പറേറ്റ് ആകുമ്പോൾ ഏത് സ്ട്രക്ചറിനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നതാണ്? സോ ദ ആൻസർ ഇസ് ടെർഷറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ. അതിന്റെ സെക്കൻഡറി സ്ട്രക്ചറിനെയും ടെർഷറി സ്ട്രക്ചറുമാണ് ഹീറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രോട്ടീൻ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്ട്രക്ചർ ആണ് ഡിസ്റപ്റ്റ് ആവുന്നത്. അത് ഡിസ്റപ്റ്റ് ആയിട്ടാണ് അത് ലീനിയർ ആയിട്ട് മാറുന്നത്, സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്ട്രക്ചർ. ഇതൊന്ന് നോട്ട് ചെയ്തോ. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ റിഗാർഡിംഗ് ദ ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ? ടെറിഷറി സ്ട്രക്ചർ, അതായത് നമ്മുടെ ടെറിഷറി സ്ട്രക്ചർ ഫോൾഡിങ് വരുന്നു, എക്സ്ട്രാ ബോണ്ട് ഒക്കെ വരുന്നു. അത് റിലേറ്റ് ചെയ്യുന്ന ഏത് ഓപ്ഷൻ ആണെന്ന്? കോമ്പിനേഷൻ ഓഫ് സബ് യൂണിറ്റ് അല്ല, കോമ്പിനേഷൻ ഓഫ് സബ് യൂണിറ്റ് വരുന്നത് ക്വാട്ടർണറിയിലാണ്. ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് സെക്കൻഡറിയിലാണ് വരുന്നത്. സ്കെലിറ്റൻ ഓഫ് അമിനോ ആസിഡ്, അത് നമ്മുടെ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് വരുന്നത് പ്രൈമറിയിൽ. പിന്നെ സൈഡ് ചെയിൻ ഓറിയന്റേഷൻ ആൻഡ് പൊസിഷൻ, അതാണ് നമ്മുടെ ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. സോ ചെറിയൊരു ടോപ്പിക് ആണ്, പക്ഷെ ഇതില് ബോണ്ടും പിന്നെ ബോണ്ടും പിന്നെ അമിനോ ആസിഡ്സിന്റെ കുറച്ച് പേരൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ടോപ്പിക് എവർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ താങ്ക്സ് ഫോർ ലിസ്ണിംഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ.